ഹലോ എവറി വൺ. നമ്മളുടെ തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ണ് പഠിച്ചു, ചെവി പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഓൾഫാക്ഷൻ ആണ്. ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗന്ധം അറിയാൻ, സ്മെല്ല് മനസ്സിലാക്കാനുള്ള കഴിവാണ് എന്ത് ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ തേർഡ് സെൻസ് ആണ് ഓൾഫാക്ഷൻ. നമുക്കറിയാം നമ്മുടെ കണ്ണും ചെവിയും ഒക്കെ നമ്മുടെ ഈ സെൻസുകളൊക്കെ പെർസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻ തന്നെയാണ് നോസ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻസ് ഓർഗൻസിൽ തന്നെ ഇന്റർ കണക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് സെൻസ് ഓർഗൻസ് ഉണ്ട്. ആൻഡ് ദേ ആർ ടങ് ആൻഡ് ദി നോസ്. അല്ലെ, നാക്കും മൂക്കുമാണ് ഇന്റർ കണക്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന, അതായത് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഉദാഹരണമാണ് നാക്കും മൂക്കും. നമുക്കറിയാം ഈ ഒരു ചില ഫുഡൊക്കെ നമ്മൾ എന്താ പറയാ, ഫുഡ് കഴിക്കുമ്പോൾ ആ സ്മെല്ലും ടേസ്റ്റും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ഫുൾ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ടങ്കിൻ്റെയും നോസിൻ്റെയും ഒക്കെ ഒരു കൂട്ടായിട്ടുള്ളൊരു ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദി സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ഓർഗൻസ് ടു ഡിറ്റക്ട് സ്മെൽ ആൻഡ് ടേസ്റ്റ് റെസ്പെക്റ്റീവ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ടങ്കിൻ്റെയും നോസിൻ്റെയും ഒക്കെ സ്പെഷ്യാലിറ്റീസ് നോക്കാം, അവരുടെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സിനെ കുറിച്ച്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കണ്ണിനകത്ത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, കണ്ണിനകത്ത് പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെവിക്കകത്ത് ഓഡിറ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ട്, ചെവിക്കകത്ത് നമ്മുടെ കേൾക്കാൻ സഹായിക്കുന്ന ശ്രവണ ഗ്രാഹികളുണ്ട് അല്ലെ. എന്നാൽ നമ്മുടെ മൂക്കിനകത്ത് ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ മൂക്കിനകത്ത് കാണപ്പെടുന്നുണ്ട്. നമ്മൾ സ്ട്രക്ചർ നോക്കാം. ആദ്യം ഇവിടെ നമ്മുടെ മൂക്കിനകത്തേക്ക് നമ്മൾ ഈ എയറൊക്കെ കടത്തിവിടാൻ സഹായിക്കുന്ന, നമ്മൾ 9th പഠിച്ചിട്ടുണ്ടായിരിക്കും, നോസ്ട്രിൽസ് എന്ന് പറയും, നാസാദ്വാരം അല്ലെ. ആ ദ്വാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്മെല്ലും അകത്തേക്ക് കയറുന്നുണ്ട്, സ്മെല്ലല്ല എയർ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ ആ എയറിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ്, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗന്ധ കണികകൾ കാണപ്പെടുന്നുണ്ട്, ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ഈ ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് നമ്മുടെ ഈ എയറിലൂടെ എന്ത് ചെയ്യുന്നു, മൂക്കിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ബാക്കി എന്താവും നോക്കാം നമുക്ക്. വൈൽ ബ്രീത്തിങ് നോക്കൂ, വൈൽ ബ്രീത്തിങ് ദി പാർട്ടിക്കിൾസ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ സ്മെൽ എൻ്റർ ദി നേസൽ ക്യാവിറ്റി. ശ്വസിക്കുന്ന സമയത്ത് ഗന്ധത്തിന് കാരണമായിട്ടുള്ള ഗന്ധ കണികകൾ, ഓൾ ഫാക്ടറി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സ്മെല്ലിന് കാരണമായിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ മൂക്കിലൂടെ ആ ദ്വാരത്തിലൂടെ നേസൽ ക്യാവിറ്റിക്കകത്തൂടെ എന്ത് ചെയ്യുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. Then it get dissolved in the mucus produced by the mucous membrane. ഒന്നാമത്തെ പോയിന്റ് അത് എൻ്റർ ചെയ്യുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഈ പറയുന്നത് ഡിസോൾവ്ഡ് ഇൻ ദി മ്യൂക്കസ് അല്ലെ, ശ്ലേഷ്മസ്തരം, അതാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ. മ്യൂക്കസ് മെംബ്രെയിൻ മൂക്കിനകത്ത് കാണപ്പെടുന്ന വഴുവഴുപ്പ് ഇല്ലേ, നമ്മൾ 9th പഠിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു വഴുവഴുപ്പ്. അപ്പൊ മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്മെല്ലിന് കാരണമായിട്ടുള്ള പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്, ലയിച്ച് അലിഞ്ഞു ചേരുന്നുണ്ട്. അപ്പൊ ഗന്ധത്തിന് കാരണമായിട്ടുള്ള ഗന്ധകണികകള് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. Then millions of olfactory neurons in the mucous membrane get stimulated by the special olfactory particles അല്ലെ. മില്യൺസ് ഓഫ് ഓൾഫാക്ടറി ന്യൂറോൺസ് അല്ലെ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ കാണപ്പെടുന്ന ധാരാളം ഓൾഫാക്ടറി ന്യൂറോൺസ് ഉണ്ട് അല്ലെ, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന നാഡീകോശങ്ങളുണ്ട്. അപ്പൊ ധാരാളം ദശലക്ഷക്കണക്കിന് കാണപ്പെടുന്ന ആ ഓൾഫാക്ടറി ന്യൂറോൺസ് എല്ലാം നമ്മുടെ ഈ ഒരു സ്മെല്ലിന്റെ കാരണമായിട്ടുള്ള പാർട്ടിക്കിൾസ് വരുമ്പോൾ ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ബൈ ദി സ്പെഷ്യൽ ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗന്ധകണികകൾ കാരണം ശ്ലേഷ്മസ്തരത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ഓൾഫാക്ടറി ന്യൂറോൺസ്, പ്രത്യേകതരം ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന നാഡീകോശങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവിടെ കാണുന്ന റിസെപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്താൽ അവിടെ എന്തുണ്ടായിരിക്കും, ദേ ജനറേറ്റ് ഇമ്പൾസസ്. അത് സ്വാഭാവികം അല്ലെ, നമ്മൾ കണ്ട എല്ലാത്തിനും ഈ ഒരു കോമൺ ഫീച്ചർ ഉണ്ട്. സ്റ്റിമുലസ് വരുന്നു, അവിടെ റിസെപ്റ്റർ ഉദ്ദീപിക്കപ്പെടുന്നു, റിസെപ്റ്റർ എന്ത് ചെയ്യുന്നു, ഇമ്പൾസുകളെ, ആവേഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, ഇമ്പൾസ് ജനറേറ്റഡ്, ആവേഗങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആൻഡ് ദേ ട്രാവൽ ത്രൂ ഓൾ ഫാക്ടറി നെർവ് ടു റീച്ച് ദി പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഇതും നമ്മൾ ഇതിനു മുന്നേ പഠിച്ച തന്നെയാണ്.
ഇതിനെല്ലാം കോമൺ സ്ട്രക്ചറാണുള്ളത്. ആദ്യം സ്റ്റിമുലസ് വരുന്നു, ഉദ്ദീപനം വരുന്നില്ല, ലൈറ്റ് ആവട്ടെ, സൗണ്ട് ആവട്ടെ, സ്മെൽ ആവട്ടെ, എന്തോട്ടെ, സ്റ്റിമുലസ് വരുന്നു. സ്റ്റിമുലസ് ബന്ധപ്പെട്ട സെൻസ് ഓർഗനിൽ എത്തുന്നു അല്ലെ, സെൻസ് ഓർഗൻ ഇന്ദ്രിയത്തിൽ എത്തുന്നു, കണ്ണാവട്ടെ, മൂക്കാവട്ടെ, അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് അവിടെയുള്ള റിസപ്റ്ററുമായിട്ട് അല്ലെ, റിസപ്റ്റർ ഗ്രാഹ്യമായിട്ട് കൂടി ചെന്ന് ഗ്രാഹി എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ആവുന്നു. ആ ഗ്രാഹി എന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ ഉണ്ടാക്കുന്നു, ആവേഗത്തെ ഉണ്ടാക്കുന്നു. ആ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട നാഡി വഴി അല്ലെ, ആ നെർവ് വഴി എന്ത് ചെയ്യുന്നു, ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ച ഈ രണ്ട് നേരത്തെ പഠിച്ച കണ്ണാവട്ടെ, മൂക്കാവട്ടെ, എന്തോട്ടെ, എല്ലാത്തിനും സെയിം സ്ട്രക്ചർ തന്നെയുള്ളത്. സ്റ്റിമുലസ് വരുന്നു, ആ സ്റ്റിമുലസ് റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു, ആ റിസപ്റ്റർ എന്ത് ചെയ്യുന്നു, ഇമ്പൾസിനെ ഉണ്ടാക്കുന്നു, ഇമ്പൾസിനെ നെർവ് എന്ത് ചെയ്യുന്നു, ബ്രെയിനിൽ എത്തിക്കുന്നു. സെയിം സ്ട്രക്ചർ തന്നെ എന്താ, ഓൾ ഫാക്ടറി നെർവ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ നെർവിന്റെ പേരുണ്ടായിരിക്കും. കണ്ണിലാണെങ്കിൽ ഒപ്റ്റിക് നെർവ്, ചെവിക്കകത്താണെങ്കിൽ ഓഡിറ്ററി നെർവ്, ഇവിടെ മൂക്കിനകത്തായതുകൊണ്ട് ഓൾ ഫാക്ടറി നെർവ്. ഓൾ ഫാക്ടറി നെർവ് അവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പൾസ് നേരെ എത്തിക്കുന്നു, ബ്രെയിനിൽ എത്തിക്കുന്നു. ആൻഡ് റെക്കഗ്നൈസ് ദ സ്മെൽ. സ്മെൽ എന്ത് ചെയ്യുന്നു, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, നമുക്ക് സ്മെൽ അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാ മ്യൂക്കസ് മെംബ്രെയിൻ. മ്യൂക്കസ് മെംബ്രെയിനകത്ത് ഉള്ള ശ്ലേഷ്മം അല്ലെ, ശ്ലേഷ്മ സ്തരമാണ് ഈ കാണപ്പെടുന്നത്. ശ്ലേഷ്മ സ്തരം എന്തുണ്ടാക്കുന്നു, ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ധാരാളം ന്യൂറോൺസ് അല്ലെ, ധാരാളം ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്, മില്യൺസ് ഓഫ് ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. ഈ ന്യൂറോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടായ ഇമ്പൾസിനെയൊക്കെ ഈ ഓൾഫാക്ടറി നെർവ് എവിടെ എത്തിക്കുന്നു, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ബ്രെയിനിന്റെ പാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഗന്ധം. ഓക്കെ, ഇനി താഴെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, നോക്കാം നമുക്കത്. ആദ്യം ഓൾഫാക്ടറി മോളിക്യൂൾ, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന കണികൾ. ഇവിടെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് അല്ലെ, അപ്പൊ എന്തായിരിക്കും, ഓൾഫാക്ടറി മോളിക്യൂൾസ് ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ ഡിസോൾവ് ചെയ്യുന്നു, അലിഞ്ഞു ചേരുന്നു. ഓൾഫാക്ടറി മോളിക്യൂള് മ്യൂക്കസ് മെംബ്രെയിനിൽ ഡിസോൾവ് ചെയ്യുന്നു. അങ്ങനെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് അല്ലെ, ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ ശ്ലേഷ്മ സ്തരത്തിൽ കാണപ്പെടുന്ന ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്, ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു, ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. എന്ത് ചെയ്യുന്നു, ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. അത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നു, ഇമ്പൾസുകൾ ഉണ്ടാകുന്നു. സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ റിസെപ്റ്റർ എന്തുണ്ടാക്കുന്നു, ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കിയ ഈ ഇമ്പൾസിനെ ഒപ്റ്റിക് നെർവ് എവിടെ എത്തിക്കുന്നു, ഒപ്റ്റിക് നെർവ് ആ ഇമ്പൾസിനെ ക്യാരി ചെയ്തിട്ട് എവിടെ എത്തിക്കുന്നു, ബ്രെയിനിൽ എത്തിക്കുന്നു. ബ്രെയിനിൽ എത്തിക്കുന്നു. ഞാൻ പറഞ്ഞ പോയിന്റ്സ് നോക്കി വെക്കണം കേട്ടോ. ഓൾഫാക്ടറി നെർവ് ആ ഇമ്പൾസിനെ എവിടെ എത്തിക്കുന്നു, ബ്രെയിനിൽ എത്തിക്കുന്നു. ബ്രെയിനിൽ എത്തിയ പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, സെൻസ് ഓഫ് സ്മെൽ അല്ലെ, സെൻസ് ഓഫ് സ്മെൽ, ഗന്ധം എന്ന അനുഭവം നമുക്ക് ഉണ്ടാവുന്നു, സെൻസ് ഓഫ് സ്മെൽ നമുക്ക് ഉണ്ടാവുന്നു. ഓക്കെ, നമുക്ക് ഇതിന്റെ മലയാളം മീഡിയം വേർഷൻ ഒന്ന് കാണാം. നോക്കൂ, ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നാസാഘരത്തിലൂടെ പ്രവേശിക്കുന്നു. ശ്ലേഷ്മ സ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ അതെന്ത് ലയിക്കുന്നു. ശ്ലേഷ്മ സ്തരത്തിൽ ദശലക്ഷക്കണക്കിന് ഗ്രന്ഥഗ്രാഹികളായ ന്യൂറോൺ കാണപ്പെടുന്നു. ഓരോന്നിലും ധാരാളം ഗ്രാഹികളുണ്ട്. ആ ഗ്രാഹികളൊക്കെ ആവേഗം ഉണ്ടാക്കുന്നു. ആ ആവേഗത്തെ ഗന്ധനാഡി മസ്തിഷ്കത്തിലെത്തുന്നു. ഗന്ധം എന്നറിയപ്പെടുന്ന ഗന്ധം തിരിച്ചറിയുന്നു. ഓക്കെ, ഗന്ധകണിക ശ്ലേഷ്മ സ്തരത്തിൽ അലിഞ്ഞു ചേരുന്നു. ഗന്ധഗ്രാഹി ഉദ്ദീപിക്കപ്പെടുന്നു. ആവേഗം ഉണ്ടാകുന്നു. ആ ആവേഗത്തെ ഗന്ധനാഡി മസ്തിഷ്കത്തിലെത്തിക്കുന്നു. മസ്തിഷ്കത്തിലെത്തിയ ആ ഒരു ആവേഗം നമുക്ക് ഗന്ധം എന്ന അനുഭവം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആ ഒരു സാധനം അങ്ങനെ കിട്ടും. ഇതാണ് നമ്മുടെ, നമുക്ക് ഒരു ടേസ്റ്റ് കൂടി എടുത്താലോ. നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിന്നും ഇത് എടുത്ത് നമ്മൾ ചാപ്റ്റർ അവസാനിക്കും. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ കൂടെ നമുക്ക് ടേസ്റ്റ് കൂടെ നോക്കാം അല്ലെ, രുചി അഥവാ ടേസ്റ്റ്. രുചിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, വൈവിധ്യമായ രുചികൾ ആസ്വദിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രുചിയും ഗന്ധവും അല്ലെ, സ്മെല്ലും ടേസ്റ്റും അത് സഹായിക്കുന്ന ടങ്കും നോസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഗന്ധവും
ശരിക്കും ആ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനും നമുക്ക് അത്ര ആ ഒരു ഫുഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, ഭക്ഷണത്തിന്റെ ഇത് ഈ പാരഗ്രാഫിനകത്ത് കുറച്ച് ജനറൽ ടോപ്പിക്കാണ്, അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ കാണിക്കുന്നത്. പൊതുവായിട്ടുള്ള ചോദ്യം നോക്കാം നമുക്ക് കേട്ടോ. ഭക്ഷണത്തിന്റെ സ്വാഭാവിക രുചികൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന രുചി മുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. രുചി മുകുളങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേസ്റ്റ് ബഡ്സ്. രുചി മുകുളങ്ങൾ, ടേസ്റ്റ് ബഡ്സ് ആണ് ഓരോ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. കൃത്രിമ അഡിറ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ നൽകുന്ന രുചിയേക്കാൾ പ്രകൃതിദത്ത ചേരുവകൾ തരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതവും ആരോഗ്യവും. നാച്ചുറൽ ആയിട്ടുള്ള കാര്യം, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ടേസ്റ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം നാച്ചുറലി കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രുചി അറിയുന്ന പ്രവർത്തനങ്ങൾ നോക്കാം. രുചി മുകുളങ്ങളും രാസഗ്രാഹികളും, അതായത് ടേസ്റ്റ് ബഡ്സ് എന്താണ്, രാസഗ്രാഹി, കീമോ റിസപ്റ്റർ. അപ്പൊ എക്സാമിന് ചോദിക്കും നാക്കിൽ കാണുന്ന റിസപ്റ്റർ ഏത്, നാക്കിൽ കാണുന്ന റിസപ്റ്റർ ആണ് കീമോ റിസപ്റ്റർ. കണ്ണിൽ ഓഡിറ്ററി റിസപ്റ്റർ, കണ്ണിൽ ഫോട്ടോ റിസപ്റ്റർ, ചെവിയിൽ ഓഡിറ്ററി റിസപ്റ്റർ, ദെൻ നമ്മുടെ മൂക്കില് ഓൾഫാക്ടറി റിസപ്റ്റർ, നാക്കില് ടങ്ങിൽ കീമോ റിസപ്റ്റർ, രാസഗ്രാഹി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പോയിന്റ് എന്നുള്ളത്. ഒരു രുചി മുകുളത്തിൽ 100ഓളം രാസഗ്രാഹികൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ടേസ്റ്റ് ബഡ്സില് ഏതാണ്ട് ഒരുപാട് ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ രുചി മുകുളത്തില് 100ഓളം എന്ത് ചെയ്യുന്നുണ്ട്, രാസഗ്രാഹികള്, കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ടേസ്റ്റ് ബഡ്സിനകത്താണ്, അവിടെ കൊടുത്തിട്ടുള്ള ടേസ്റ്റ് ബഡ്സിനകത്താണ് എന്ത് കാണപ്പെടുന്നത്, കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. രുചി മുകുളത്തിനകത്ത് ധാരാളം രാസഗ്രാഹികൾ കാണപ്പെടുന്നു. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പിലകൾ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നു. അപ്പൊ ഓരോ കീമോ റിസപ്റ്ററിനകത്ത് എന്തുണ്ട്, പാപ്പിലകൾ കാണപ്പെടുന്നത്. പാപ്പില എന്താ കാണിച്ചു തരാം, പാപ്പിലകൾ ഉണ്ട് അല്ലെ. ഈ സുഷിരത്തിലൂടെ ഉമിനീർ ഉള്ളിലേക്ക് കടക്കുന്നു. രുചി അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിക്കുന്നു. നേരത്തെ നമ്മുടെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങള് ശ്ലേഷ്മത്തിൽ ലയിച്ച പോലെ തന്നെ ഇവിടെ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ ഉമിനീരിലാണ് ലയിക്കുന്നത്. ഉമിനീർ ലയിക്കുമ്പോൾ അവിടെയുള്ള രാസഗ്രാഹികൾ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു, ആവേഗങ്ങൾ ഉണ്ടാക്കുന്നു. ആ ആവേഗങ്ങളെ നാഡി വഴി മസ്തിഷ്കത്തിൽ എത്തിക്കുന്നു, രുചി എന്ന അനുഭവം ഉണ്ടാക്കുന്നു. മൂക്ക് പഠിച്ച പോലെ തന്നെ നാക്ക് പഠിക്കാനുള്ളത് നോക്കാം. നാക്കോട് കാണപ്പെടുന്നുണ്ട്. നാക്കിനകത്ത് ധാരാളം ഇങ്ങനെ മൈക്രോവില്ലസിനെ പോലെ കാണപ്പെടുന്ന പാപ്പില കാണപ്പെടുന്നുണ്ട്. ആ പാപ്പിലക്കകത്ത് രുചി മുകുളം കാണപ്പെടുന്നുണ്ട്. രുചി മുകുളത്തിനകത്താണ് എന്ത് കാണപ്പെടുന്നത്, രാസഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, നാക്കിലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊന്തിരിക്കുന്നത്, നമ്മൾ വായിച്ചു നോക്കിയതാ. ഓരോ രാസഗ്രാഹിയിൽ നിന്നും മൈക്രോവില്ലസ് പാപ്പിലകളിലെ സൂക്ഷ്മ, അതായത് പാപ്പില പറയുമ്പോൾ നാക്കിനകത്ത് ഇങ്ങനെ പൊന്തിരിക്കുന്ന വളരെ മൈക്രോ ആയിട്ടുള്ള സാധനം ഉണ്ട്. അപ്പൊ ആ പാപ്പിലക്കകത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നുണ്ട്. ടേസ്റ്റ് ബഡ്സിനകത്ത് രാസഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ആ രാസഗ്രാഹികൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓരോ ടേസ്റ്റും തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തില് രുചി അറിയിക്കാൻ സഹായിക്കുന്ന, രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ, സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു, സലൈവയില് ഉമിനീരിൽ ലയിക്കുന്നുണ്ട്. ആ ഉമിനീരിൽ ലയിക്കുമ്പോൾ നമ്മുടെ നാക്കിൽ കാണപ്പെടുന്ന കീമോ റിസപ്റ്റേഴ്സ് രാസഗ്രാഹികൾ എന്ത് ചെയ്യുന്നു, ഉദ്ദീപിക്കപ്പെടുന്നു. കീമോ റിസപ്റ്റേഴ്സ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ആ കീമോ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു, ഇമ്പൾസുകൾ ഉണ്ടാവുന്നു. ആ ഇമ്പൾസുകളെ നെർവ് വഴി, ഇവിടെ പ്രത്യേക നെർവ് പഠിക്കാൻ നമുക്കില്ല, നെർവ് വഴി എന്ത് ചെയ്യുന്നു, ബ്രെയിനിലെത്തുന്നു. ബ്രെയിനിലെത്തി നമുക്ക് എന്ത് ചെയ്യുന്നു, രുചി എന്ന അനുഭവം ഉണ്ടാകുന്നു. ഇനി ഏതൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രുചികള്, മധുരം, സ്വീറ്റ്, പുളിപ്പ്, സോർ, ഉപ്പ്, ദെൻ ചവർപ്പ്, കയ്പ്, ഉമാമി. ഇത്രയാണ് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന രുചികൾ കേട്ടോ. ടേസ്റ്റ് ബഡ്സ് വിൽ ഹാവ് അബൌട്ട് 100 കീമോ റിസപ്റ്റേഴ്സ്. ടേസ്റ്റ് ബഡ്സിനകത്ത് ധാരാളം കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. മൈക്രോവില്ലൈ ഫ്രം ഈച്ച് കീമോ റിസപ്റ്റർ റീച്ച് ദി മൈന്യൂട്ട് പോർസ് പ്രസന്റ് ഇൻ ദി പാപ്പില. പാപ്പില പറയുമ്പോൾ നാക്കിനകത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു വളരെ മൈക്രോ പാർട്ടാണ്. ആ പാപ്പിലക്കകത്ത് കാണപ്പെടുന്ന
മൈന്യൂട്ട് പോർസിലേക്ക് എന്ത് ചെയ്യുന്നു ഈ ടേസ്റ്റ് എത്തുന്നത്. മൈക്രോവില്ലൈ ഫ്രം ഈച്ച് കീമോ റിസപ്റ്റർ, ഓരോ കീമോ റിസപ്റ്റേഴ്സിലും കാണപ്പെടുന്ന മൈക്രോവില്ലൈ പോലുള്ള ഈ ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, റീച്ച് ദി മൈന്യൂട്ട് പോർസ്, അല്ലെ പാപ്പിലിൽ കാണപ്പെടുന്ന ആ മൈന്യൂട്ട് പോർസിലേക്ക് എത്തുന്നപ്പോൾ കീമോ റിസപ്റ്ററിൽ രാസഗ്രാഹിയിൽ കാണപ്പെടുന്ന മൈക്രോവില്ലൈ പോലുള്ള ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ പാപ്പിലിൽ കാണപ്പെടുന്ന ഹോൾസിലേക്ക് എത്തുന്നുണ്ട്. സലൈവ എൻറ്റേഴ്സ് ത്രൂ ദിസ് പോർ, സലൈവ എന്ത് ചെയ്യുന്നു പാപ്പിലയുടെ ഈ ഒരു പോർസിലൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്. സബ്സ്റ്റൻസസ് ദാറ്റ് ഗീവ് റൈസ് ടു ടേസ്റ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ സലൈവ, എന്ത് ചെയ്യുന്നു ടേസ്റ്റിന് കാരണമായിട്ടുള്ള രുചിക്ക് കാരണമായിട്ടുള്ള വസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുന്നുണ്ട്. ദെൻ ഉമിനീരിൽ ലയിക്കുമ്പോൾ ദേ സ്റ്റിമുലേറ്റ് കീമോ റിസപ്റ്റർ, നേരത്തെ പഠിച്ച മൂക്ക് പോലെ തന്നെ ആലോചിക്കുക, അവരെന്ത് ചെയ്യുന്നു കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. കീമോ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നു, ഇമ്പൾസുകൾ ഉണ്ടാവുന്നു. ആ ഇമ്പൾസുകളെ ബ്രെയിനിലേക്ക് നെർവ് വഴി എത്തിക്കുന്നു. നമുക്ക് എന്ത് സെൻസ് ഓഫ് ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ദി മെയിൻ ടേസ്റ്റസ് വി റെക്കഗ്നൈസ് ആർ സ്വീറ്റ്, സോർ, സാൾട്ടി, പഞ്ചന്റ് ആൻഡ് പിറ്റർ, ഉമാമി. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ടേസ്റ്റുകൾ. ദെൻ നമുക്കിവിടെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ പാപ്പില ഇൻ ദി ടങ്. എന്താണ് പാപ്പില? ഞാൻ പറഞ്ഞിട്ടുണ്ട് നാക്കിന്റെ ആ സർഫസിൽ പൊന്തി നിൽക്കുന്ന ഭാഗമാണ് പാപ്പില. നോട്ട് എഴുതുമ്പോൾ പാപ്പിലെ ആർ ദി സ്മോൾ പ്രൊജക്ഷൻസ് ഓൺ ദി സർഫസ് ഓഫ് ദി ടങ്. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ചെറിയ ഒരു മുഴകൾ എന്ന് പറയണ്ട, ഒരു മുഴകൾ പോലെ കാണുന്ന ഭാഗമാണ് നമ്മുടെ പാപ്പിലകൾ ട്ടോ, പാപ്പിലാസ്. ദെൻ പൊസിഷൻ ഓഫ് ദി ടേസ്റ്റ് ബഡ്സ്. പൊസിഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ് ആർ ഓൺ ദി സർഫസ് ഓഫ് ദി പാപ്പിലെ. നമുക്ക് എങ്ങനെ പറയാം, the part seen on the papillae that detect taste are the taste buds. So position of taste buds are on the papilla. ഇവിടത്തിന് കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് നോക്കാം. ടേസ്റ്റ് ബഡ്സ്, ടേസ്റ്റ് ബഡ്സ് വിൽ ഹാവ് അബൌട്ട് 100 chemoreceptors. അതിനകത്ത് ഡയറക്റ്റ്ലി കൊടുത്തിട്ടില്ല. Position of taste buds are on the papilla പഠിച്ചു വന്നിട്ടോ. Then chemoreceptor and taste. നമുക്കറിയാം chemoreceptors detect the taste. അവരെന്ത് ചെയ്യുന്നു, ആ റിസപ്റ്റർ എന്ത് ചെയ്യുന്നു ടേസ്റ്റിന് കാരണമാണ് സബ്സ്റ്റൻസിനെ കാരണം സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. They get stimulated and generate impulse. They get stimulated and generate impulses. They get stimulated and generate impulses. അവരെന്ത് ചെയ്യുന്നു ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്, ആവേഗങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. സലൈവ ആൻഡ് സെൻസ് ഓഫ് ടേസ്റ്റ്, അതായത് ഉമിനീരിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ സബ്സ്റ്റൻസുകൾ ഡിസോൾവ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയാം, സബ്സ്റ്റൻസസ് ഡിസോൾവ് ഇൻ സലൈവ. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് കീമോ റിസപ്റ്റർ get stimulated. Chemoreceptor get stimulated. അത് നമ്മുടെ ഈ ഒരു രുചിക്ക് കാരണമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ഉമിനീരിൽ ലയിക്കുന്നു. ആ ലയിക്കുന്നതിന് ഭാഗമായിട്ട് അവളുടെ കീമോറിസെപ്റ്റർ എന്ത് ചെയ്യുന്നു സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് രുചി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു ടോപ്പിക് ഒന്ന് വായിച്ചു തരാം, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുക. എന്തായാലും കേൾക്കാം കേട്ടോ. വായ്ക്കുള്ളിലും നാക്കിലുമുള്ള, നമ്മുടെ വായ്ക്കകത്തും നാക്കിലുമുള്ള രാസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. കീമോറിസെപ്റ്റേഴ്സ് ആണ് രുചി അറിയാൻ സഹായിക്കുന്നത്. ഇവ കൂടുതലായി ഉള്ളത് നാക്കിന്റെ ഉപരിതലത്തിലാണ്. നമ്മുടെ
നാക്കിന്റെ സർഫസിലാണ് എന്ത് ചെയ്യുന്നത് കൂടുതൽ കാണപ്പെടുന്നത്. ദെൻ നാക്കിന്റെ ഉപരിതലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പാപ്പില. നാക്കിന്റെ നമ്മുടെ നാവിന്റെ ഒക്കെ സർഫസിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് എന്ത് പാപ്പില. നാവിന്റെ ഉപരിതലത്തിൽ നിന്നും ഉയർന്ന് നിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ പാപ്പില എന്ന് പറയുന്നത്. ദെൻ പാപ്പിലുകളിൽ കാണപ്പെടുന്ന രുചി അറിയുന്ന ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ടേസ്റ്റ് ബഡ്സ് എവിടെയാണ്? പാപ്പിലക്കകത്താണ്. പാപ്പിലുകളിൽ കാണപ്പെടുന്ന രുചി അറിയിക്കുന്ന ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ. പിന്നെ നമ്മൾ ഒരു പഠിച്ച പോയിന്റ് തന്നെയാണ് മധുരം, ഉപ്പ്, പുളി, കയ്പ്, ഉമാമി തുടങ്ങിയ രുചികളാൽ എന്ത് ചെയ്യുന്നു? സ്വാദുമുകുളങ്ങൾ ഉദ്ദീപിക്കപ്പെടുന്നുണ്ട്. പഠിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കാം. ഓരോ സ്വാദുമുകുളത്തിലും വ്യത്യസ്ത രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന രാസഗ്രാഹികളുണ്ട്. നമുക്കറിയാം ഓരോ ടേസ്റ്റ് ബഡ്സിനകത്ത് എന്തുണ്ട്? കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഓരോ ടേസ്റ്റ് ബഡ്സിനകത്തും കീമോ റിസപ്റ്റർ കാണപ്പെടുന്നത്. പാപ്പിലക്കകത്താണ് ടേസ്റ്റ് ബഡ്സ്. ടേസ്റ്റ് ബഡ്സിനകത്താണ് എന്തുള്ളത്? നമ്മുടെ കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത്. ദെൻ രുചിക്ക് കാരണമാകുന്ന വസ്തുക്കൾ ഉമിനീരിൽ ലയിച്ച് രാസഗ്രാഹികളെ ഉദ്ദീപിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ബന്ധപ്പെട്ട നാഡി വഴി മസ്തിഷ്കത്തിലെത്തി രുചി അനുഭവം കിട്ടുകയും ചെയ്യുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ടേസ്റ്റും സ്മെല്ലും. താങ്ക് യു.